എടി അമ്മനോടൊക്കെ പറയണ്ടേ, എനിക്ക് സത്യം പറഞ്ഞാ പേടിയാവണ്ട്. നിത്യങ്ങൾ സമ്മതിക്കോ? അപ്പന്മാരെ പോലെ ഒന്നും അല്ല അമ്മമാര്. പറയണോ? പറഞ്ഞു നോക്കിയാലോ? അതൊന്നും നീ പഠിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഞാൻ ചോദിച്ച ആദ്യം ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് വാ തുറന്നാ മതി രണ്ടും. കേട്ടല്ലോ? മണ്ടത്തരം ഒന്നും വിളിച്ച് പറയാൻ നിക്കരുത്. ദുർഗെ, നിന്നോടാ മെയിനായിട്ടും. കേട്ടല്ലോ? ഓ, നമ്മൾ മണ്ടത്തരം മാത്രമേ പറയുള്ളൂ. ഞാനെന്തും പറയണില്ല, ഞാൻ വാ തുറക്കണില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചോദിക്കേ പറയും, എന്താന്ന് വെച്ചാ ചെയ്. അവസാനം എന്നോടൊന്ന് പറഞ്ഞാ മതി എന്താണെന്ന്. ഞാൻ കൂടെയൊക്കെ വരാം. കേട്ടല്ലോ? ആ, അത് സത്യം പറഞ്ഞത് കാര്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ വാ തുറക്കരുത്. പിന്നെ നീ പറഞ്ഞ പോലെ കൂടെ വന്നാ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. കേട്ടല്ലോ? നീ വാ തുറന്നാലേ അത് ഞങ്ങക്ക് ബുദ്ധിമുട്ടാ, നിനക്ക് ബുദ്ധിമുട്ടാ. അതെ, രണ്ടുപേരും എന്നെ നോക്കാണ്ട് വാ, നമുക്ക് പോയി ചോദിക്കാം. അല്ല, നിങ്ങൾ പോയി ചോദിക്കും, ഞാൻ അടുക്കളയിൽ വന്ന് നിക്കോളൂ. കേട്ടല്ലോ? അപ്പൊ നേരെ അടുക്കളയിലോട്ട് വാ. അമ്മ, എന്തിയാ മൂന്നേരും? അതില്ലേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പറ്റൂലെന്ന് മാത്രം പറയരുത് മൂന്നേരും, പ്ലീസ്. മോളെ സത്യേ, ചിണുങ്ങാണ്ട കാര്യം പറ നീ. എന്താ, എന്തേലും ഉടായിപ്പാണോ? സുഭദ്രമ്മേ, എന്തുവാ അന്ന് സുഭദ്രമ്മ പറഞ്ഞ് ഞാൻ കള്ളത്തരമുണ്ടെന്ന്? കള്ളത്തരൊന്നും ഇല്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അതിന് നിങ്ങൾ അനുഭവം തന്നാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതൊക്കെ നിക്കട്ടെ. എന്താ മൂന്നേരും കൂടെ ചാടിയോടി ഇങ്ങോട്ട് വന്നത്? കാര്യം പറ. കാര്യം പറഞ്ഞിട്ട് ബാക്കി നോക്കാൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുമെന്ന് പറ. അതോ, അത് പിന്നെ ഈശ്വര, പറയാനുള്ള ധൈര്യമെല്ലാം ചോർന്നു പോയല്ലോ. ദുർഗെ, ഒന്ന് പറയടി, എനിക്ക് പറയാൻ പറ്റുമോ തോന്നണില്ല. അമ്മമാരോട് പറയണേന് നല്ലതേ മിണ്ടാതിരിക്കണതാ. നീ ഒന്ന് പറ. ഞാനാ? എടി, എന്നോട് വായടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇനി ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഫ്രണ്ടിന് വായ അടഞ്ഞോ? നമ്മളെ പറഞ്ഞോണ്ടല്ലോ കൂടിപ്പോവും. ഈശ്വര, ഇതിങ്ങള് വാവർക്കോന്ന് എനിക്കൊന്നുള്ള. സുഭദ്രമ്മേ, ബിന്ദമ്മേ, അമ്മ, ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്കേ ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു 2-3 ദിവസത്തെ ട്രിപ്പ് പോണമെന്ന് ആഗ്രഹമുണ്ട്. പോയിക്കോട്ടെ. ഓ ഓ ഓ, അതാണ് ഇപ്പൊ കാര്യം. ചിണുങ്ങി മൂന്നും കൂടെ വന്നത്. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. ആരൊക്കെയാ പോണത്? സത്യം, ഇനി ഞാൻ പറയില്ല. നീ തന്നെ പറഞ്ഞു, മര്യാദ കഴിഞ്ഞുണ്ടല്ലോ. കാണിച്ചു തരാറുണ്ടിനി. എന്നോടൊന്നും മിണ്ടരെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. മര്യാദ നീ തന്നെ പറഞ്ഞു ആരൊക്കെയാണെന്ന്. ഞാനൊന്നും മിണ്ടൂല. ഞാനാ പണ്ടാറം കിടക്കാൻ. അത് പിന്നെ നമ്മെ ഈ കാറി പോകുന്ന നടക്കൂല. കാരണം 3 പേര് ഇരിക്കണ്ടേ? 3 അല്ല 6 പേര്. നമ്മുടെ കാറ് 4 സീറ്റർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾ ബൈക്കിൽ പോകാന്ന് വിചാരിച്ചു. ഞങ്ങക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ആ ചേട്ടന്മാരും ഞങ്ങളോട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും ചേട്ടന്മാരും കൂടെ പോവാനാ ഉദ്ദേശിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ വേറെ ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോ. ഓഹോ, മക്കളെല്ലാം തീരുമാനിച്ചു വെച്ചേക്കണല്ലേ? അപ്പൊ ചുമ്മാ ഞങ്ങളോടൊന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളു. ഞാനൊരു കാര്യം പറയാം. ഇതേ ചോദ്യം ചോദിച്ചിട്ട് അവന്മാരും ഇവിടെ വന്നു. പോണതിലൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങ പറയണ പോലെ ഇരിക്കണം പോണത്. എവിടേക്കാണ് പോണത്, എപ്പോ വരും, എപ്പോ ഇവിടെ എത്തും എന്നൊക്കെ ഞങ്ങൾ അറിയിച്ചോളണം. പിന്നെ ഇടക്കിടക്ക് വിളിക്കും, എടുത്തോളണം. കേട്ടല്ലോ? എടുത്തില്ലെങ്കിൽ ആ സ്പോട്ടിൽ ഞങ്ങൾ അവിടെ എത്തും. പോവാൻ സമ്മതിച്ചപ്പോ? അല്ല, അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ. പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ എടുത്തോളാം, അതിനൊരു കുഴപ്പമില്ല. ഞങ്ങ നാളെ തന്നെ പോകോട്ടു. നാളെ തന്നെ പോയിക്കോ. നാളെ എന്തായാലും വെള്ളിയാഴ്ച അല്ലേ? വെള്ളി, ശനി, ഞായർ. പോയിട്ട് വേഗം വന്നോണം. തിങ്കളാഴ്ച തൊട്ട് മര്യാദ കോളേജിലും പോയി കാണണം. കേട്ടാ? പിന്നെ ദുർഗെ, നിന്നോടാ. സൂര്യ സൂക്ഷിച്ചോളണം. എന്റെ മോനായതുകൊണ്ട് ഞാൻ പറയുമല്ല. അതൊരു വിളഞ്ഞ വിത്ത. കേട്ടല്ലോ? അവന്റെ അടുത്തുനിന്നേ കുറച്ച് മാറിക്കണായിരിക്കും നിനക്ക് നല്ലത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ കൂടെ ഇവരൊക്കെ ഉണ്ടല്ലോ, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. എടാ, മമ്മി ഇപ്പൊ ട്രിപ്പ് പോയെന്നൊന്ന് വിചാരിക്കേ. അവിടെ ചെന്നിട്ട് എന്താ പരിപാടി? അതൊക്കെ ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. പ്ലാൻ ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ച്, പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് അപ്രൂവ് ചെയ്യുമെന്നാണ് എന്റെ ഒരു പേടി. ഇതുവരെ ഒരു പെണ്ണിനൊന്നും സെറ്റാക്കിയിട്ടില്ലേ.
അതുകൊണ്ട് ഒരു ഭയം. പക്ഷെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം. കൊച്ചു കള്ള എല്ലാം അറിയാലേ, ഫുൾ പ്രിപ്പയർഡ് ആണല്ലോ. പിന്നെ പേടിക്കണ്ട, എന്റെ ഫസ്റ്റ് ടൈം ഇതുവരെ സെറ്റായിട്ട് നടന്നിട്ടില്ല. പിന്നെ ഇല്ലല്ലോ വേറൊരു കാര്യം. എങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്യും, അതിനുള്ള പ്ലാനൊക്കെ ഉണ്ടേ? നീക്കെന്ത് തേങ്ങേടി പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. മാതുറന്ന് എന്തെങ്കിലും മര്യാദക്ക് പറ. അത് ഇത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. എന്തൊക്കെയാ നീക്ക് പറയണേ? എന്റെ പൊന്നു സൂര്യ, നീ അവനോടൊന്നും പോയി പറയില്ലേ. അവനെ നിന്നെ തേടി പറഞ്ഞു കൊല്ലും. അവൻ ഇമാര് കാര്യം കേൾക്കുമ്പോ തന്നെ കരിച്ചങ്ങോട് കയറും. അപ്പഴാ അവനെ എല്ലാത്തിനും കഴിവുണ്ട്, ഇതിന് മാത്രം കഴിവില്ല. അവൻ ആകെ മര്യാദക്കറിയുന്ന വെടിവെക്കാനാ, പിന്നെ ബാക്കിയുള്ള കഴിവുകൾ. ഇതിനൊക്കെ ഒന്നും നോക്കണ്ട കിടക്കണ റൊമാൻറ്റിക് അതെന്തൊന്നാണെന്ന് പോലും അവൻ അറിയത്തില്ല. അപ്പോഴാണ് ഈ ഇതൊക്കെ പോയി അവനോട് പറയാൻ പോണേ. അവൻ നിന്നെ തേറി പറയും, വെറുതെ. ചേട്ടനോ, നീ നോക്കുക, എന്റെ സ്വഭാവം മാറും കേട്ടനോ. എനിക്ക് കഴിവില്ലെന്ന്, അതും ഈ കാര്യത്തിൽ. അത് കാണാം, ആർക്കാണ് ഈ കാര്യത്തിൽ കഴിവ് കൂടുതലെന്ന്. മക്കളെ, എന്നെ വലിയ വിളിക്കല്ലേ, ഞാൻ ആരാന്നേ നീയൊക്കെ അറിയാൻ പോണേ ഉള്ളു. അറിയാൻ അവൻ വെല്ലുവിളിച്ച് ഇനി അത് നടത്താണ്ട് അവന് വിശ്രമം ഉണ്ടാവില്ല മോനെ. ഒഴിയു സത്യ, ഇനി ഒരു കാരണം വെച്ചാലും രണ്ടിനെ ഒരുമിച്ച് വെറുത്തൊരു കളിയാ. ട്രിപ്പിന് പോയാലും ഞാൻ കിടത്തുണ്ടാവള അവൻ്റെ കൂടെ, ഉറപ്പാണ്. അയ്യോ എന്റെ പെങ്ങള്, എടാ കെസ്റ്റോ, എന്റെ പെങ്ങള് അതിന് ജീവനോട് നീ വെക്കൂ. എടാ ഞാൻ വെറുതെ വന്നതാ, നിനക്കിതിന് കഴിവുണ്ട്. ഇതൊക്കെ ചുമ്മാ എന്റെ തമാശകളല്ലേ, വീട്ടതൊക്കെ. രണ്ട് വായടക്ക്, ഞാനേ അത്ര ചെറ്റല്ല കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ടുള്ളതാ മൈരി. ഞാൻ പറഞ്ഞിട്ടില്ല കൂടിപ്പോരണ്ടിന്, പൊയ്ക്കോ കൺമുമ്പിന്ന്. ഇനി ട്രിപ്പ് പ്ലാനൊന്നും പറഞ്ഞ് ഇമാതിരി കാര്യം തന്നെ രണ്ടുപേരും പറഞ്ഞാണ്ടല്ലോ, ഊറടിച്ചാൻ പോയിക്കരണ്ടില്ലേ. വാ, കിട്ടണ്ടൊക്കെ കിട്ടിയല്ലോ. ഇനി നമുക്ക് പോകാം. ഇനി നമുക്ക് ഇവനിക്കത്തോളം മാറി എന്ന് പ്ലാൻ ചെയ്യാം. പക്ഷേ ഇവനെങ്ങാനും അത് കണ്ടുപിടിച്ചാ നമ്മളെ രണ്ടുപേരും എന്തായാലും അവൻ കൊല്ലും, ഉറപ്പാ, പേടിക്കണ്ട. അത് നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ പോയില്ലെങ്കിൽ ആ മിക്കവാറും നമ്മളെ വെടിവെച്ച് കൊല്ലും. അളിയ പോട്ടെ എന്നാ, പിന്നെ മൂന്നെണ്ണോട് എന്ത് കാണിച്ചോണ്ടിരിക്കുക? ഒന്ന് വേഗം വരൂ, നമുക്ക് പോണ്ടേ. എടാ അളിയാ, ഇറങ്ങി വന്നത് നിങ്ങളെ നോക്കി. എന്തു അത്? എന്താ ഞാൻ കാണുന്നത്? എടാ ഇത് സാരി എന്തത്? ഒളിയാ പെട്ടു നമ്മ. ഇത് ശരിയാവൂല, മിക്കവാറും അവന്റെ വെടി കൊണ്ട് നമ്മൾ ചാവും. പിന്നെ അത് മാത്രല്ല, ഇവന്മാരെ ഈ കുളത്തില് എങ്ങനെ നമ്മ കൊണ്ടുപോകും വരെ? എന്താ എടാ, എന്തുവാണ് ഇവന്മാരിട്ടേക്കണ? അല്ല, ഇവന്മാർക്കൊന്നും സാരി എടുത്താ പോരായിരുന്നു, അതെല്ലാം ഇവന്മാർക്ക് നല്ലത്. ഈ കളസൊക്കെ ഇട്ടുണ്ട് നമ്മളോട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. മിക്കവാറും നമ്മളായിട്ട് ഇടി പിടിച്ച് നമ്മളൊരു വഴിയാവും കേട്ടോ കുളത്തുള്ള. എന്തായാലും പോവാം. അല്ല, അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതുങ്ങളൊക്കെ എന്താ പറയാ, നമ്മളെ യാത്രയൊക്കെ നിൽക്കണോ? ഇവൾമാരെ കൊണ്ടുണ്ടല്ലോ, ഇവൾമാരെ ആമ്പിള്ളേരെ തല്ലി വിളിക്കാൻ വേണ്ടി നടക്കുക. അവന്മാരെന്തായാലും കണ്ട നോക്കും, നമ്മ വിളിക്കും, അതുറപ്പാണ്. പിന്നെ ഇവന്മാര് സാരി കൊടുക്കുമ്പോ തന്നെ പണ്ടാരം കിടക്കാൻ ഒരുങ്ങുന്ന ആൾക്കാർ വന്ന് ഓരോന്ന് ഭ്രാന്ത് കയറും മനുഷ്യന്. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ഇട്ടാ പിന്നെ പറയണ്ടല്ലോ. എടി സത്യം, എന്താണ് ഈ വലിച്ചാരി ഇട്ടേക്കണം? മര്യാദക്ക് പോയി മാറ്റിക്കോ. അമ്മ എന്താണിത്? അമ്മ ഒന്നും പറയണില്ല ഒന്നും കണ്ടിട്ട്. ഞാനെന്നല്ല, ആരും അവൾമാരൊന്നും പറയാൻ പോണില്ല. കാരണേ അത് ടീച്ചറേ, ഞാൻ അവളെ കൊണ്ട് എന്തേ എന്റെ കൊച്ചിനൊന്നും ഇടാൻ പാടുന്നല്ലോ ഉണ്ടോ? പിന്നെ അവൾമാരെ നോക്കാനാണ് നിന്നെയൊക്കെ ഏൽപ്പിച്ചേക്കണത്. അതുകൊണ്ട് വേറെ ആരും അവൾമാരെ നോക്കൂന്ന്
എനിക്ക് ഒരു പേടിയില്ല, കാരണം നിന്നൊക്കെ മൂന്നിന് എനിക്ക് നല്ലോണം അറിയാം. ആ എന്തേലും ആവട്ടെ, മര്യാദക്ക് പോയിട്ട് വന്നു. ഇനി ഈ ഡ്രസ്സിന്റെ പേരും പറഞ്ഞ ആൾമാരെന്തേലും പറഞ്ഞ പൊക്കോ മൂന്നും പോ, 6 പോ. വാവ്, മത്തൻകുത്തിയിലെ കുമ്പളം മുളക്കൂലെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. എന്തേലാവട്ടെ, പോട്ടെ എന്നാ. എടാ വണ്ടി എടുക്ക്. നിക്ക് അതിനു മുമ്പേ ബിന്ദമ്മക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതേപോലെ ഒന്ന് കേക്കണേ മക്കള്. അന്ന് ഞാൻ ഇരുത്തിയില്ലേ, അന്ന് കോളേജിൽ പോകുന്നിടത്ത്, അത് ഓർമ്മയുണ്ട മക്കൾക്ക്? അതേപോലെ ഒന്നിരുന്നേ. സത്യ, നീ പോയി സെബാസ്റ്റ്യന്റെ അടുത്ത് കയറ്. തുർക്കി, ദിവകൃഷ്ണന്റെ അടുത്തോ. ദേവി, നിങ്ങളുടെ സൂര്യന്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ഇങ്ങനെ പോയാ മതി. ഇടക്ക് വെച്ച് നിങ്ങൾ മാറുമെന്നറിയാം, എന്നാലും ഇപ്പൊ ഇങ്ങനെ പോയാ മതി കേട്ടോ. മക്കളെ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണം കേട്ടോ. പിന്നെ അതേ 3 ദിവസം വീട്ടിൽ നിന്ന് മാറിക്കാൻ പോയെ. പിന്നെ നിങ്ങൾ 3 പേരോട് പ്രത്യേകിച്ച് പറയാനുള്ളു, സൂക്ഷിക്കണേ. അമ്മമാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കൂല. പിന്നെ ഞാൻ ഇടക്കിടക്ക് വിളിക്കാം, എടുക്കണേ ഫോൺ. കൃഷ്ണമാതോർത്ത് പേടിക്കൊന്നും വേണ്ട. ഇവൾമാരുടെ കാര്യവും എന്റെ കാര്യവും ഇവരുടെ കാര്യം എല്ലാം ഞാൻ ഏറ്റ്, പേടിക്കണ്ട. പിന്നെ പോയി തിരിച്ചു വരുമ്പോ എന്റെ 3 അച്ഛന്മാരെയും അങ്ങനെ തന്നെ വെച്ചേക്കണേ. ഒന്നും ചെയ്ത് കളയല്ലേ. സൂക്ഷിച്ചാ കൊള്ളാം. അവരിവിടെ ഇല്ലാണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ പോരുന്നുള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പൊ 3 ദിവസം റൊമാൻസ് ഒക്കെ അടിച്ച് നിക്കാതെ 3 പേർക്കും. ശരിയെന്നാ. റൂമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മര്യാദക്ക് അവരവരുടെ റൂമിൽ പോയിക്കൊള്ളണം. 6 റൂമാണ് ഞാൻ എടുത്തിട്ടുള്ള, 6 പേർക്കും കേട്ടല്ലോ. ഇനിയിപ്പൊ ഒരാളുടെ റൂമിലോട്ടും അങ്ങാടും ഇങ്ങാടും പോവാൻ നിൽക്കണ്ട. ഇവർക്ക് 3 പേർക്ക് ആരുടെ റൂമിലാണെങ്കിലും കയറാം. പക്ഷേ നിങ്ങൾ 2 പേരും മര്യാദക്ക് റൂമിൽ പോയിരുന്നു. ഞാനേ നിന്റെയൊക്കെ റൂമിന്റെ അടുത്ത് തന്നെയാണ് എടുത്തേക്കണം. ഇവൾമാരുടെ 2-3 റൂം അപ്പുറം. ഇല്ലെങ്കിൽ ശരിയാവൂല. ഞാനത് കണ്ടു തന്നെ എടുത്തത്. മക്കളിപ്പോ റൂമിൽ പോ. നിങ്ങൾ റൂമിൽ പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരണോ? അത് കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളുടെ റൂമിന്ന് കുറച്ച് ഇത്തിരി മാറിയാണെന്നല്ലേ ഉള്ളു, ഞങ്ങൾ പോയിക്കോളാം. റൂം നമ്പറൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ എന്നാ പോയിക്കോ. ഇവനെ കൊണ്ടുണ്ടല്ലോ മിക്കവാറും ഇവനെ ഞാൻ കൊണ്ടും. എന്റെ അനിയനായി പോയി. എന്തോ ചെയ്യും ഞാൻ, പണ്ടറം കിടക്കാൻ. ഇവനെപ്പോഴും 2 മാൻ മൂടാച്ചി ട്രിപ്പ് വന്നത് തന്നെ അവന്മാരോടൊന്നും മിണ്ടി സംസാരിച്ച് ഇന്നടുത്തൊക്കെ ഇരുന്നൊന്നും ഇതാക്കാനാ. അപ്പൊ അതിന് സമ്മതിക്കൂല അവൻ. എന്തായാലും അവൻ അറിയാണ്ട് നമുക്ക് റൂമിൽ പോയി പ്ലാൻ ചെയ്യാം. പോയി കുളിക്കാം. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം, നടക്കേണ്ടല്ല നടന്നു. ഇനി നമ്മീ പറഞ്ഞ കേട്ടോണ്ട് വന്നാലേ നമ്മളെ വെടിച്ച് വരും. വാ നമുക്ക് പോയി ഫ്രഷ് ആവാം, എന്നിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. അവനറിയാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കൂലേ. എന്താണ് 2 കൂടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കണം? മാനണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ താക്കൂലേ വരുമല്ലോ. പിന്നെ മര്യാദ നേരെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേഗം വന്നോണം. വെല്ലോടത്ത് എങ്ങാനും പോയാലാണ്. പൊന്നടാവേ വരണ അവിടെ നിക്കുന്നു, ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അയ്യോടി പാവം എന്റെ സൂര്യേട്ടനും സെബാസ്റ്റ്യേട്ടനും. കെസ്റ്റോ ചേട്ടൻ സമ്മതിക്കണില്ലടി നമ്മളോട് എടുക്കാൻ. അതുകൊണ്ടേ അത് നിങ്ങൾക്ക് ഭയങ്കര വിഷമാ. ഇനി ഓരോന്നൊക്കെ കാണുന്നത് നമ്മളടുത്തോട്ട് വരും. നമുക്കധികം മൈൻഡ് ഒന്നും ചെയ്യണ്ട. നമുക്ക് ഗസ്റ്റോ ചേട്ടന്റെ കൂടെ ഞങ്ങള് നിക്കാന്ന്. കുറച്ച് കോപ്രായൊക്കെ നമുക്ക് കാണാം. നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളു ഇതൊക്കെ. സത്യം കേട്ടോ, സെബാസ്റ്റ്യേട്ടന്റെ കൂടെ എടുക്കാൻ നോക്കണ്ട്. പക്ഷെ ഗസ്റ്റോട്ടന്റെ ഒറ്റ നോട്ടം കൊണ്ട് അങ്ങനെ അടങ്ങുക. എന്തേലും ആവട്ടെ, നമുക്കൊരു കാര്യം ചെയ്താലോ, സത്യനെ കൊണ്ട് ഗസ്റ്റോ ചേട്ടൻ അങ്ങ് അടയ്ക്കാലോ. അതെങ്ങനെയുണ്ട്? അതൊരു നല്ല പ്ലാനാണ്. പക്ഷെ അഭിചേച്ചി സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അവള് റൂമിലല്ലേ, റൂമിൽ നിന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്. അവള് വരട്ടെ, എന്നിട്ട് ചോദിക്കാന്നേ. നീയൊക്കെ പിന്നെ എനിക്കിട്ട് വെക്കാൻ തുടങ്ങി ഓരോന്ന്. ഇനിയിപ്പൊ എന്താ അടുത്തത്? ഗസ്റ്റോ ചേട്ടനായിട്ടുള്ളത് വല്ല പോണം. മര്യാദക്ക് മാന്യമായിട്ടുള്ള പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് സെബാസ്റ്റ്യേട്ടനോട് സൂര്യേട്ടനോട് അടുക്കണമെങ്കിൽ എന്റെ സഹായം വേണമെന്ന് എനിക്കറിയാം. കാരണം ഞാനെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. പറ, എന്നാ ഞാൻ ചെയ്യണ്ട? കടി എല്ലാം മനസ്സിലായല്ലോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നീയും കസുരേട്ടനും മാറുന്ന സംസാരിക്കുക, അത്രയും. അപ്പൊ പിന്നെ ഞങ്ങൾക്കും മാറുന്ന സംസാരിക്കാലോ.
ഓട്ടിസ്റ്റിൽ വെച്ചിട്ട് ഞങ്ങൾ മിണ്ടണത് കാണരുത്, അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. പക്ഷേ എനിക്കെന്ത് കിട്ടും ഇതിന് പകരം? ഇതിന് പകരം പിന്നെയും തരാനാ? വേണമെങ്കിൽ നിനക്ക് ഞങ്ങളുടെ സ്നേഹം തരാം, അതിൽ കൂടുതലും ചോദിക്കരുത്, വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. ബെസ്റ്റ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. നിന്റെ ഒന്നും കിട്ടൂലെന്ന് എനിക്കറിയാം, പിന്നെ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു. ബാ, നമുക്ക് എന്തായാലും ഉൾപ്പെടുന്നു പോവാം. എന്തായാലും ഫ്രഷ് ആയി കഴിഞ്ഞല്ലേ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ചുമ്മാ അവിടെ ഒരിടത്തൊക്കെ ഇരിക്കാം. എന്റെ പൊന്നടിയാ, ഞാൻ നിന്റെ കാലൊടിക്കാം. ഇങ്ങനെയാക്കിയ സ്റ്റോനെ കൊണ്ട് ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ട് കൂട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾമാരോട് സംസാരിക്കാൻ പറ്റുമെന്ന്. ഈ പോക്കാണ്ട് എന്തിനാ നിന്നിട്ട് വന്നേ കുറുങ്ങാന് മാറി. എന്നിട്ടാണോ എന്റെ വീട്ടിൽ ഞാൻ ചാവാൻ? ഒരു കണക്കിന് അന്ന് ഞാൻ രക്ഷപ്പെട്ടെ, എന്നിട്ടാണ് ഞാനൊന്നും പറയണില്ല. രണ്ടുപേരും എന്താ ഇവിടെ തന്നെ ഇരിക്കണേ? പുറത്തോട്ടൊന്നും ഇറങ്ങണില്ലേ? ഇതിനുള്ളിൽ തന്നെ വെച്ചിടക്കാനാണോ രണ്ടുപേരും ഉദ്ദേശം? ആൾമാര് പുറത്തോട്ടിറങ്ങിയുണ്ട്. വേറെ സംസാരിക്കണെങ്കിൽ സംസാരിക്കും. ഇപ്പോ എടാ, നീയോട് ഞങ്ങളോട് പറഞ്ഞു അവൾമാരോട് സംസാരിക്കരുത്, മിണ്ടരുത്, കാണരുതെന്നൊക്കെ. എന്നിട്ടിപ്പോ നിനക്ക് ശരിക്കും വട്ടാതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖമാണോ? സത്യം പറയടാ, നിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, നിനക്കൊക്കെ എന്താ വയ്യേ? ഞാനെപ്പോഴാ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവന്മാരുടെ റൂമിന്റെ വശത്തോട്ട് പോയതെന്നല്ലേ അവൻ പറഞ്ഞോളൂ. സംസാരിക്കണേന് ഇപ്പൊ എന്താ കുഴപ്പം? നിങ്ങ സെറ്റല്ലേ? എനിക്കെന്താ വട്ടാ നിന്നോടൊക്കെ സംസാരിക്കണം എന്ന് പറയാൻ? വേണമെങ്കിൽ ഇപ്പൊ സംസാരിക്കും, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഓന്നോ, അപ്പൊ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണല്ലേ? സോറി ഫോർ ദ മിസ്അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്റെ അനിയത്തി എവിടെ ഉണ്ട്? ഞങ്ങളുടെയും ഞങ്ങളുടെ ചിക്കനോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോ എന്റെ അനിയത്തി ഒറ്റക്കാവും. ശരി, പോയി സംസാരിക്കാവോട്. മതി, നാടകം മതി, ഓറുണ്ട്. പിന്നെ നിന്റെ അനിയത്തി എവിടെയാണെന്ന് എനിക്കറിയാം. നിന്നെ രണ്ടിനെ ഒറ്റക്കോട്ടെ ശരിയാവൂല. സംസാരം കഴിഞ്ഞ് വേറെ ഒന്നൊക്കെ നടക്കും. വാ അവളെ ദുർഗയെ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഇവിടെ ഇരുന്നാലേ ശരിയാവത്തില്ല. കാരണം ഒരുത്തനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. നിന്നോടൊക്കെ അധികം സംസാരിച്ചാലേ എനിക്ക് തടി കേടാവും. ഇവിടെ നിന്ന് പോവാം ആദ്യം. വാ വാ ദേവി, ഇവിടെ വാ, നമുക്കേ ചുമ്മാ നടന്നിട്ട് വരാം. വെറുതെ ഇവിടെ ഇരുന്നാലേ ഷോ കുരിക്കും. അല്ല, നമുക്ക് ഇവിടെ പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാ പോലെ. അവര് എവിടെന്ന് വെച്ചാ പോയിട്ട് വരട്ടെ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. എടാ, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങ എവിടെന്ന് വെച്ചാ പോയിട്ട് വാ, ഇങ്ങാട് തന്നെ വരണം. വേറെ എവിടെയെങ്കിലും പോയവരാണ്. ഓക്കെ, എനിക്ക് എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അവരെന്നാ പോയിട്ട് സംസാരിച്ചിട്ടൊക്കെ വരട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. എടോ, അതെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സിൻസിയറായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കട്ടെ? ചോദിച്ചോ. അരുമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതില്ലേ, എന്തിനാ ഗസ്റ്റോ ചേട്ടന് സൂര്യേട്ടന് അവരോട് അടുക്കാൻ സമ്മതിക്കാത്ത പാവങ്ങള് എന്നോടൊന്ന് സഹായം ചോദിച്ച്? കാര്യം എന്താ? അവന്മാര് നിന്നോടൊന്ന് സഹായമൊക്കെ ചോദിച്ചു. കൊള്ളാം, അവന്മാരൊന്ന് കാണട്ടെ. പിന്നെ അവന്മാരടിപ്പിക്കാത്തതിന്റെ കാര്യമേ കുറച്ചുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ എന്റെ പെങ്ങന്മാരല്ലേ, എങ്ങനെ അടുപ്പിക്കാൻ ആരണ്ടിനെ ഞാൻ അറിയാതെ സ്വഭാവം നിനക്ക് നിന്റെ ഏട്ടന്റെ അവന്റെ സ്വഭാവം നീ അറിഞ്ഞു വരാൻ കിടക്കണേ ഉള്ളൂ. അയ്യോ, അവരെല്ലാം എന്നോട് സഹായം ചോദിച്ചേ. ഏട്ടന്റെ പെങ്ങന്മാരാ സഹായം ചോദിച്ചേ. ഏട്ടൻ അടുപ്പിക്കാത്ത കണ്ടപ്പോ അവൾമാർക്ക് വിഷമമായി ശരിക്കും. എന്നിട്ട് എന്നോടൊന്ന് സഹായം ചോദിച്ചു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടനായിട്ട് ഞാൻ വേണ്ടിക്കൊണ്ടിരുന്ന ചേട്ടൻ അവരധികം വേണ്ടിയില്ലല്ലോ. അങ്ങനെ ഓർത്താ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, അല്ലാണ്ട് പ്രത്യേകിച്ച് സഹായമൊന്നുമില്ല. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെ കേക്കണേ. അവൾമാരാ പറഞ്ഞത്, എന്നാ അവൾമാരെ എനിക്കൊന്ന് കാണണം. ഇങ്ങനെയൊക്കെ പ്ലാനോടൊന്നും ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. ഒന്ന് അടുപ്പിക്കാതിരുന്നേനാണോ ഈശ്വര അതൊക്കെ? എന്തേലും ആവട്ടെ. ഇനി തനിക്കൊന്നും ചോദിക്കാണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ? അത് ഞാൻ മറന്നു. ചോദിച്ചോ, എന്താ കാര്യം? എന്തെങ്കിലും സീരിയസ് മാറ്ററാണോ? എന്തായാലും പറഞ്ഞു. സീരിയസ് ആണോന്ന് ചോദിച്ചാ സീരിയസ് ആണ് കാര്യം. പക്ഷേ എനിക്ക് തന്നോട് ചോദിക്കണോന്നാണോ കാര്യം? അതായത് ഇപ്പൊ ഈ കാണുന്ന ആളല്ല ശരിക്കും ഞാനെന്ന് താനറിഞ്ഞ തന്റെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ അങ്ങനെ പറഞ്ഞ? ഇപ്പൊ കാണുന്ന ഞാനത് ശരിക്കുള്ള ഞാനെന്ന്?
അതിന്റെ അർത്ഥം വല്ല ഗ്യാങ്സ്റ്റർ ആണോ? ഗ്യാങ്സ്റ്ററോ? ഞാൻ ഗ്യാങ്സ്റ്റർ ഒന്നുമല്ല. ഞാനതൊരു ഇത്തിരി ചോദിച്ചതാ. എന്റെ സ്വഭാവം ഇടക്കിടക്കിടക്ക് മാറും. അത് എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിടിച്ചാൽ പോലും എന്റെ സ്വഭാവം എന്റെ കയ്യിൽ നിൽക്കൂല. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ണ് ഞാനല്ല ശരിക്കുള്ള ഞാനൊന്നും സ്വഭാവത്തിന്റെ കാര്യം ഉദ്ദേശിച്ച വേറൊന്നുമില്ല. ഓ, താനതാണല്ലേ ഉദ്ദേശിച്ചത്. ഞാനേ ഒരിത്തിരി ഓവർത്തിങ്കറാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് K-ഡ്രാമയൊക്കെ കാണും. അപ്പൊ അതെല്ലാം കൂടെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഗ്യാങ്സ്റ്റർ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചേ. പിന്നെണ്ടല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താൻ ശരിക്കും സാൻ ഫ്രാൻസിസ്കോയിലാണല്ലോ ജോലി ചെയ്തേ? എല്ലായിട്ടും ന്യൂയോർക്കിലാണല്ലേ ജോലി ചെയ്തേ? എന്നിട്ട് എന്താണ് എന്നോട് പറയാനേ? തന്റെ ഏട്ടൻ ലോസ് ആഞ്ചൽസിലും. അല്ല, നിങ്ങളെന്താ എന്നിട്ട് ഒരു സ്ഥലത്താന്ന് പറഞ്ഞേ ജോലി ചെയ്യണം? അവൻ ന്യൂയോർക്കിലായിരുന്നു, പിന്നെ ഞാൻ സാൻ ഫ്രാൻസിസ്കോ. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? നിന്നോടാരാ പറഞ്ഞത്? ഞങ്ങളിതാരോടും പറഞ്ഞില്ലല്ലോ. അന്ന് ഓർമ്മയില്ലേ, ആദിഷൻ ഗ്യാങ്ങും തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സീനാക്കിയില്ലേ? അന്നത്തെ ദിവസം രാത്രി മിസ്റ്റർ ജോൺ എന്ന് പറയണ ആരണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ ഒന്നും വിശ്വസിക്കരുത്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് കുറച്ച് ആപത്തൊക്കെ ഉണ്ടാവും, പിന്നെ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലമൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പഴാ സൂര്യേട്ടൻ ജോലി ചെയ്ത് ന്യൂയോർക്കിലാന്ന് ഞാൻ അറിയണേ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അത്തരം പറഞ്ഞ് എനിക്ക് അങ്ങോട്ടൊന്നും പറയാൻ സമയം കിട്ടില്ല. അപ്പോഴേക്കും അയാൾ ഫോൺ കട്ട് ചെയ്തു. ജോണോ? അവനെന്തിനാ നിന്നെ വിളിച്ചേ? അല്ല, എന്നിട്ട് ഇത്ര പറഞ്ഞുള്ളൂ അവൻ? ഓ മൈ ഗോഡ്, എന്തൊക്കെയോ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അല്ല, അവന്മാര് പുറത്തല്ലേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ അവന്മാരൊന്ന് വിളിക്കാം. നീ ഇവിടെ നിന്നും പോയത്, നീ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ അവന്മാരൊന്ന് വിളിക്കട്ടെ. ഹലോ, ഞാനാക്കിഷ്ടോ. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവനെയും കൂടെ ഒന്ന് കോൺഫറൻസിൽ ഇട്ടെ. ഹലോ, എടാ സൂര്യ, സെബാസ്റ്റ്യ, കേക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ജോൺ സത്യനെ വിളിച്ചായിരുന്നു. എന്നിട്ട് നമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ അവളോട് പറഞ്ഞെന്നാ പറയണേ. നിങ്ങളുടെ കൂടെ അവൾമാരില്ലേ? എടാ, ഞങ്ങൾ അതിന്റെ റിസോർട്ടിന്റെ പുറത്തോട്ടൊന്നും പോകില്ല. ഞാനും ദുർഗയും ഇവിടെ തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ദുർഗദേവ് വാഷ്റൂമിൽ പോയേക്കുവാ. ഇപ്പൊ പോയുള്ളു. അത് കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. ഓഷി, എടാ ഒരു പണി കിട്ടി. ദേവി കടയിലേക്ക് പോയേക്കുവാ. കുറച്ച് നീങ്ങിയാവളാ. ഞാൻ ഇന്നാളെ കുറച്ച് നടന്ന് നീങ്ങിയായിരുന്നു, രണ്ടെണ്ണം വലിക്കാൻ വേണ്ടി. പണിയായോ? എടാ വിജയ്, ശരിയെന്നാ. ഓ മൈ ഗോഡ്, എടാ പോയി തപ്പ്. ശരിയെന്നാ, നീ നോക്കിയേ. എടാ സൂര്യ, നീ പോയി നോക്കിയേ ദുർഗ അവിടെ തന്നെ ഉണ്ടാവുന്നു. ഞാൻ സത്യേനെ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, കട്ടയല്ലേ? ഓ മൈ ഗോഡ്, എടാ സത്യം ഇരുന്ന സ്ഥലത്ത് അവളെ കാണില്ല. തോലി എവിടെ പോയി? നിക്ക്, ഞാൻ അവൾമാരൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി, നീ കട്ട് ചെയ്തേ. ഓ ഷിറ്റ്, അവളെന്താ ഫോൺ എടുക്കാതെ? ഇനി വല്ല ബാത്റൂമിലും പോയതാണോ? എന്തായാലും സൂര്യനോട് അവൾമാരെ ബാത്റൂമിലൊന്ന് പോയപ്പോ സൂര്യനൊന്ന് വിളിക്കട്ടെ. ഹലോ, എടാ സൂര്യ, എടാ ദുർഗ വന്നോ? എടാ സത്യയെ കാണില്ലടോ. ഞാൻ നോക്കി ഇവിടെ കുറെ, എനിക്ക് കണ്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കാനുള്ള. ഇനി അങ്ങനെ ബാത്റൂമിൽ പോയിട്ടുണ്ടാവോ? നമുക്കൊന്ന് പോയി തപ്പിയാലോ? ഏയില്ലട കഷ്ടോ, ദുർഗ ദൂരം വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആൾമാരെ നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെബാസ്റ്റ്യനെ വിളിക്കാം. ദേവിയെങ്കിലും മര്യാദക്കൊന്ന് ആ കടയിൽ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. വന്ന് നോക്കാം. എടാ, മൈരൻ ജോൺ വിളിക്കുന്നുണ്ട്. ഞാൻ എടുക്കട്ടെ. കേട്ടോട്ടോ എന്താവും പറയണെന്ന്. ആടെ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്. നീ എന്തായാലും കട്ട് ചെയ്തോ. നീ എന്നിട്ട് അവന്റെ കോൾ എടുക്ക. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഹലോ, എടുത്തോ? ഞാൻ വിചാരിച്ചെടുക്കില്ലെന്ന്. എടുക്കാതെ വേറെ
എന്നെ മറന്ന് കാണും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ നമുക്ക് അങ്ങാടും? പിന്നെ ഞാൻ വിളിച്ചത് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പേടിക്കണ്ട, 3 പേരെ മുക്കിയതേ ഞാൻ തന്നെയാ. നിങ്ങക്ക് ആൾമാരെ 3 പേരെയും ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലം പറയാം. അവിടെ കറക്റ്റ് സമയത്ത് കറക്റ്റ് നേരത്തെ എത്തിക്കൊള്ളണം 3. കേട്ടല്ലോ? പിന്നെ ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. എങ്ങനെ ഉപദ്രവിക്കാനാ നിങ്ങളെയൊക്കെ ഞാൻ? 3 കണ്ടാൽ മതി. വേഗം വന്നാ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ സെബാസ്റ്റ്യനെ ഒന്ന് വിളിച്ചറിയിക്കണേ, അവൻ അവിടെ പരത്തി തളപ്പുണ്ട്. അപ്പോ ശരി എന്നാ. ഓ മൈ ഫക്കിംഗ് ഗോഡ്, ഇനി എന്ത് ചെയ്യാനാ? സൂര്യ, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ സെബാസ്റ്റ്യനെ വിളിച്ചിട്ട് റെഡിയാവാൻ പറ. പിന്നെ നീ പോയി ടൂൾസൊക്കെ എടുക്ക്, നമ്മക്ക് ഇറങ്ങാം. ഇല്ലെങ്കി ഇത് തീരൂല. നാം ഇറങ്ങിയാലേ ഇത് തീരുള്ളൂ. പിന്നെ ജോണിന്റെ കാര്യം, ഇനി അവൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവൂല. അവന്റെ തന്തയും എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോനാണെന്നും പറഞ്ഞേ അവൻ കുറെ നിഗണിക്കണ പറഞ്ഞ ആളായി. അവന്റെ കാര്യം ഞാനിന്ന് തീർത്തോളാം. വാ പോവാ. എടാ എന്നാ വാ നമുക്കിറങ്ങാം. അവനെ ഇന്നത്തോടെ ഞാൻ തീർക്കും. ഈ ഗസ്റ്റോ പറയുമ്പോ പോലും ഇവനെ ഞാൻ പലവട്ടം എതിർത്തിട്ടുണ്ട്, അവനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ്. കാരണം കസിനായി പോയതുകൊണ്ട്. പക്ഷേ അന്ന് ഞാൻ അവനെ വെറുതെ വിടൂല. കാരണം അവൻ തൊട്ടത് എന്റെ പെണ്ണിന്. അവനിനി ജീവനോടെ ഉണ്ടാവൂല, അത് ഉറപ്പാ. ഹലോ, വരുന്നെല്ലാം വരും. പിന്നെ എന്റെ ഈ 2 കസിൻസ് പോയതൊക്കെ എനിക്ക് അറിയായിരുന്നു. കാരണം നിങ്ങളുടെ പെങ്ങന്മാരെന്റെ അടുത്തല്ലേ. പിന്നെ ഇവന്മാരായിട്ട് എനിക്കും ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ട് ഇവന്മാരെ ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സൂര്യ, നിന്റെ അനിയത്തിയെ, നിന്റെ പൊന്നു മോനെ, എനിക്ക് വകയില്ല. എന്താ സാധനമാണ് ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായി. പക്ഷെ നിങ്ങൾ വന്നിട്ട് നോക്കാന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എടാ പുഞ്ഞാര മോനെ, എന്റെ പെങ്ങളുടെ മേത്തെങ്ങാനും നിന്റെ വിരല് തൊട്ടാ നിന്റെ കൈ ഞാൻ അരിഞ്ഞെടുക്കും. പിന്നെ നിന്നോട് ഇതുവരെ ഞാൻ മര്യാദ നിന്നതിന്റെ ഏക കാരണം നിന്റെ തന്തയാ. അങ്ങനെ എന്നോട് മര്യാദ നിന്നതുകൊണ്ട് മാത്രം കേട്ടോ. ഇനി ആ മര്യാദ എന്റെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം നീ എന്റെ പെങ്ങളെ പറ്റി പറഞ്ഞതിന് നിന്റെ നാക്ക് ഞാൻ തിരഞ്ഞെടുക്കും, അതുറപ്പാ. പിന്നെ ഞാൻ മാത്രമല്ല, നിന്റെ കസിൻ ജസ്റ്റ് അവൻ നിന്നെ വെറുതെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ പറഞ്ഞതിന്?